ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ റെഡ് കളറുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി വോയിസ് ഓവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്, കാരണം വേറെ ഒന്നുമില്ല, ഇതിന് മുമ്പും കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്തിരുന്നു. അതൊരു വേറൊരു സോഫ്റ്റ്വെയറിലായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ വൺസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഒക്കെ പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീഡിയോ അങ്ങ് സ്റ്റക്ക് ആവുകയാണ്. വോയിസ് മാത്രം ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും, ഓഡിയോ മാത്രം ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു 3-4 വീഡിയോസിന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പറ്റിയപ്പോൾ പിന്നെ എനിക്ക് തന്നെ ഒരു മടുപ്പായി തുടങ്ങി. പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ ടൈം എടുക്കുന്നത് എഡിറ്റ് ചെയ്യാനാണ്, വീഡിയോസ് എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഓഡിയോയും കൂടെ വന്ന് പിന്നെ ഒരുപാട് ടൈം എടുക്കുകയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നാളത്തേക്ക് വോയിസ് ഓവർ നിർത്തി വെച്ച് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം ഇട്ടിട്ടായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ റീസെൻ്റ്ലി എനിക്ക് 1-2 വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ജീവനില്ലാത്ത പോലെ തോന്നി ഈ വീഡിയോസ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് വോയിസ് ഓവറൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രെലാൻഡോ എന്ന് പറഞ്ഞൊരു വാട്ടർ കളറാണ്. ഇതിവിടെ UK ഒരു ലിഡിൽ എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ക്രെലാൻഡോ എന്ന് പറയുന്നത്. വാട്ടർ കളർ സെറ്റ് ഒരു 48 കളേഴ്സ് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വാട്ടർ കളേഴ്സ് ക്യാമലിൻ്റെയോ ബ്രസ്റ്റോൻ്റെ ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പേപ്പർ ചിത്രാപട്ടിൻ്റെ വാട്ടർ കളർ പേപ്പറാണ്. അപ്പോൾ ഞാനിവിടെ ബേസിക്കലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ്. അപ്പോൾ മിനിമം 300 GSM ഉള്ള പേപ്പർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ നമുക്ക് ആ ഒരു പേപ്പറിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്സ് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നന്നായിട്ട് വെറ്റ് ചെയ്യുക, 2-3 ലെയർ നന്നായിട്ട് വെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആയി പോകും. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് ബ്ലാക്കും അതുപോലെ ഇൻഡിഗോ ഷെയ്ഡുമാണ്. വൺസ് അത് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ്, നമുക്ക് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്സ് നമുക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കളർ ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ബ്രഷ് വെക്കുമ്പോൾ തന്നെ ആ കളർ നന്നായിട്ട് ബ്ലീഡ് ചെയ്യും. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ കളറിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ വാട്ടർ ബാക്ക്ഗ്രൗണ്ടിൽ എത്രത്തോളം നമ്മൾ വെറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ എത്രത്തോളം കളർ പിഗ്മെൻറ്റേഷൻ നമ്മൾ ബ്രഷിൽ എടുക്കുന്നു അത് അതുപോലെ പ്ലേസ് ചെയ്യുന്നു. അതിലാണ് വാട്ടർ കളറിൻ്റെ ഒരു ബ്യൂട്ടി ഉള്ളത്. അപ്പോൾ ഇതിന് മുമ്പുള്ള പല വാട്ടർ കളർ വീഡിയോസിലും ഞാനത് പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പത്തെ വാട്ടർ കളർ വീഡിയോസും അത് ടെക്നിക്സും യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൺസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തുള്ള സ്നോ കംപ്ലീറ്റ് ചെയ്യാം. സ്നോയിൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് അൾട്രാമറൈൻ ബ്ലൂവും ഒരു പൊടിക്ക് ബ്ലാക്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേമാതിരി മുകളിൽ ചെയ്ത പോലെ തന്നെ താഴത്തെ ഭാഗവും നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം അൾട്രാമറൈൻ ബ്ലൂവും ഒരു പൊടിക്ക് ബ്ലൂ എടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ ലൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഇപ്പോൾ സ്നോ നമുക്ക് ആ ഒരു ഇപ്പോൾ എനിക്ക് ഈ ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൈറ്റ് സോഴ്സ് ബാക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടൊരു കളർ കൊടുക്കാൻ പറ്റില്ല, ചെറിയ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിങ്ങനെ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്സ് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കളർ തന്നെ ബ്ലീഡ് ആയിക്കോളും. വേറെ നമ്മൾ കൂടുതൽ ഇതിൽ വലിയ പ്രോസസ്സൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളതങ്ങ് ഫോളോ ചെയ്താൽ മതി. ഇനി അതിന് ശേഷം നമുക്ക് ആ ഒരു റെഡ് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ റെഡ് ഫ്ലവർ കൂടുതൽ പേർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പൂവായിരിക്കും. നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സ്റ്റോറിലൊക്കെ ഈ റെഡ് ഫ്ലവർ നമ്മുടെ ക്രിസ്മസ് ആ ഒരു റീത്ത് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഡോറിൻ്റെ മുകളിലൊക്കെ വെക്കുന്നത്, അതിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഞാനിവിടെ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം ഒരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി. ഇപ്പം നന്നായിട്ട് നമ്മൾ ബ്രഷിൽ ആ കളർ നന്നായിട്ട് ലോഡ് ചെയ്യണം. പിന്നെ ഇതിന് മുമ്പ് ഒരു കാര്യം പറയാം, നമ്മൾ വാട്ടർ കളേഴ്സ് ചെയ്യുന്ന സമയത്ത് വാട്ടർ കളർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മുടെ ആ ഒരു വാട്ടർ കളറിൻ്റെ സെറ്റ്, അതിപ്പോൾ ട്യൂബിലാണെങ്കിലും അതെ, ട്യൂബിൽ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇതേമാതിരി പാലറ്റിലുള്ള ഒരു സെറ്റാണ്, കേക്കിൻ്റെ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് മുമ്പെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കളർ ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ കളർ ആക്ടിവേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ വെറ്റ് ചെയ്ത പേപ്പർ ഡ്രൈ ആയി തുടങ്ങും. നമ്മൾ ഉദ്ദേശിക്കുന്ന പിഗ്മെൻറ്റ്സ് നമുക്ക് ആ ഒരു പാനിൽ നിന്ന് എടുക്കാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാലറ്റ് ആണെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് കളർ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മൾ നല്ല പിഗ്മെൻറ്റോട് കൂടി നമുക്ക് ആ ഒരു കളർ ബ്രഷിൽ ലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡിലാണ് ലൈറ്റ് സോഴ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ പെറ്റൽസിനുള്ളിൽ കൂടെ തന്നെ ലൈറ്റ് പാസ് ചെയ്യണം. അപ്പോൾ പാസ് ചെയ്യുന്ന ഭാഗത്ത് നല്ല ബ്രൈറ്റ് റെഡ് ആയിരിക്കും. അതുപോലെ ഷെയ്ഡ് വരുന്ന ഭാഗത്ത് നല്ല ഒരു ഡാർക്ക് ബ്രൗൺ റെഡ് ഷെയ്ഡ് വേണം കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗൺ, അതായത് ബേൺ അംബർ ഷെയ്ഡോ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ കുറച്ച് ബ്ലാക്കോ, റെഡിൻ്റെ കൂടെ ബേൺ അംബർ ഷെയ്ഡോ കുറച്ച് ബ്ലാക്കോ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. അത് ഷെയ്ഡ് വരുന്ന ഭാഗത്ത്, അതായത് പെറ്റൽസിൻ്റെ എഡ്ജസിലും അല്ലെങ്കിൽ പെറ്റൽസിൻ്റെ ആ ഒരു റൂട്ട് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും പെറ്റൽസിൻ്റെ ഒരു ബോട്ടം പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ആ ഒരു ഡാർക്ക് കളർ ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു ഡെപ്ത് നമുക്ക് ആ ഒരു പിക്ചറിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതേ മെത്തേഡിലാണ് ഞാൻ ഈ പെറ്റൽസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും താഴത്തെ ഭാഗത്തുള്ള ആ ഒരു പെറ്റൽസിൽ അധികം ലൈറ്റ് സോഴ്സ് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് ഡെപ്തോട് കൂടിയാണ് ആ പെറ്റൽസ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ വേണം നമ്മൾ ലീവ്സും പെയിൻറ്റ് ചെയ്യാൻ. ലീവ്സിൽ ഒട്ടും ആ ഒരു ലൈറ്റ് സോഴ്സ് പാസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വളരെ ഡീപ്പ് ഷെയ്ഡിലാണ് ആ ഒരു കളേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലീഫിന് ഞാൻ കൊടുത്തിട്ടുള്ളത് നോർമൽ പ്രോപ്പർ ഗ്രീൻ ഷെയ്ഡ് മാത്രമല്ല, കുറച്ചൊരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഡാർക്ക്നെസ് തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബ്ലൂവും ഒരു സാപ്പ് ഗ്രീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒലീവ് ഗ്രീനും കൂടെ ചേർത്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് ഈ ഗ്രീൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ഇമേജ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിൻട്രസ്റ്റ് എന്നാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ ഞാൻ ഈ ഇമേജ് കണ്ടപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര ഡള്ളാണ്. അതൊരു ഡൾ ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഗ്രേ കളർ ഓഫ് ഷെയ്ഡും അതുപോലെ താഴത്തെ ഭാഗത്തൊക്കെ ഒരു ലൈറ്റ് പെയിൽ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഈ പൂ ഇങ്ങനെ ബ്രൈറ്റായിട്ട് എടുത്ത് കാണണം. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വൺസ് ഇങ്ങനെ ഒരു ഡൾ പെയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്രൈറ്റ് കളറുള്ളൊരു പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ ആണെങ്കിൽ ആ പെയിൻറ്റിങ്ങിന് ഭയങ്കര അപ്പീലായിരിക്കും. അതിനുശേഷം വൺസ് ലീവ്സ് ഒക്കെ പെയിൻറ്റ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ഗുവാഷ് പെയിൻറ്റ് എടുത്തിട്ട്, ഗുവാഷ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒപ്പേക്ക് വാട്ടർ കളറിനെയാണ് ഗുവാഷ് പെയിൻറ്റ് എന്ന് പറയുന്നത്. അതൊരു പൊടിക്കെടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ സെയിം ഗ്രീൻ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഈ ലീഫിൻ്റെ വെയിൻസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും എവിഡൻ്റ് അല്ല. ഗുവാഷ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഹൈലൈറ്റ്സ് പോലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഞാനിവിടെ ആ ജസ്റ്റ് ആ വെയിൻസ് ഒന്ന് എടുത്ത് കാണാൻ വേണ്ടി കുറച്ച് വൈറ്റ് ഗുവാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പൂവിൻ്റെ മുകളിലൊക്കെ കുറച്ച് സ്നോ വീണ് കിടക്കുന്നുള്ള ഒരു എഫക്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഈ സ്നോയിന് 2 ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ആ സ്നോയിൻ്റെ ഒരു അൾട്രാമറൈൻ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് ഈ ഒരു വൈറ്റ് വാഷ് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒരു ബേസ് കോട്ട് പോലെ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു തിൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കുത്തു പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരേ ഷേപ്പിലൊന്നും ആവണമെന്നില്ല, നമുക്ക് റാൻഡംലി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊടുക്കാം. അത് വൺസ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്യുവർ വൈറ്റ് വാഷ് എടുത്തിട്ട് ഫ്രഷ്ലി നമ്മൾ ട്യൂബിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു പിഗ്മെൻറ്റേഷൻ നമുക്ക് കിട്ടും. നല്ലൊരു വൈറ്റ് കളർ നമുക്ക് ഈ വാട്ടർ കളറിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ സ്നോ വരുന്ന ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ, ഇതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റോ പാറ്റേണോ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ബ്രഷ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പൂവിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷനിൽ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാനുണ്ട്. ചെറിയൊരു മുട്ട് പോലെയുള്ളത്, മുട്ടെന്നാണ് പറയുക, ഒരു സ്റ്റേമൺ പോലെയുള്ളൊരു സംഭവം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡും ഞാൻ ഗുവാഷാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളേഴ്സിൽ ഇപ്പോഴും നമുക്ക് ഓവർലെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഗുവാഷാണ് യൂസ് ചെയ്യുന്നത്. വൺസ് അത് കഴിഞ്ഞ ശേഷം ഈ നേരത്തെ എടുത്ത ആ സെയിം വൈറ്റ് ഗുവാഷ് കുറച്ചും കൂടി ഒരു വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ സ്പ്ലാറ്റർ ചെയ്യാണ്. അപ്പോൾ ഇത് അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആണ്. അതേപോലെ തന്നെ കളർ കോൺട്രാസ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പിക്ചറാണിത്, ഒരു പെയിൻറ്റിംഗ് ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വോയിസ് ഓവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഓഡിബിൾ ആണെങ്കിൽ, കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തംസ് അപ്പ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.